കേരളത്തിൽ മഴയുടെ ശക്തി തുടരുന്നു. നദികൾ കരകവിഞ്ഞൊഴുകുന്നു. പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷം. എന്നാൽ ഈ മഴ ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകിയിരിക്കുന്നത് തീർച്ചയായും ഡാമുകൾക്കാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒറ്റ ദിവസം ലഭിച്ച ഏറ്റവും ഉയർന്ന നീരൊഴുക്കാണ് ഇപ്പോൾ KSEBയുടെ സംഭരണികളിലേക്ക് എത്തിയിരിക്കുന്നത്. ഞായറാഴ്ച മാത്രം 147.59 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്ര വെള്ളമാണ് ഡാമുകളിലേക്ക് എത്തിയത്. ഇതോടെ സംസ്ഥാനത്തെ വൈദ്യുതി സംഭരണികളിലെ ജലനിരപ്പ് 43% ഉയർന്നിട്ടുണ്ട്. വെറും 3 ദിവസത്തിനുള്ളിൽ ജലനിരപ്പിൽ 11% വർധനയുണ്ടായതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ശബരിഗിരി പദ്ധതിയിൽ മാത്രം ഇപ്പോൾ 46% ജലനിരപ്പുണ്ട്. പദ്ധതി പ്രദേശത്ത് കഴിഞ്ഞ ദിവസം 125 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. പമ്പ ഡാം മേഖലയിലും ശക്തമായ മഴ തുടരുന്നുണ്ട്. മഴയുടെ തീവ്രത അല്പം കുറഞ്ഞാൽ പോലും അടുത്ത ദിവസങ്ങളിലും ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. എന്നാൽ ഇത്രയധികം മഴ ലഭിച്ചിട്ട് പോലും KSEB ഇപ്പോഴും ആശങ്കയിലാണ്. കാരണം നിലവിലെ ജലശേഖരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 40% കുറവാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് സംഭരണികൾ ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് വെള്ളം ഗണ്യമായി തന്നെ കുറഞ്ഞുവെന്നാണ് കണക്കിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് വലിയ പദ്ധതികളായ ഇടുക്കിയിലും ശബരിഗിരിയിലും പരമാവധി വെള്ളം സംഭരിച്ച് ചെറുകിട പദ്ധതികളിൽ നിന്നും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള തന്ത്രം KSEB സ്വീകരിച്ചിരിക്കുന്നത്. മഴ ശക്തമായതോടെ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞെങ്കിലും പുറത്തുനിന്നും വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യം ഇപ്പോഴും തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പും ശക്തമാക്കിയിട്ടുണ്ട്. 12 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ശക്തമായ മഴയെ തുടർന്ന് പല ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും നൽകിയിട്ടുണ്ട്. മഴക്കെടുതിയിൽ തകരാറിലായ വൈദ്യുതി സംവിധാനങ്ങളും അതിവേഗം പുനഃസ്ഥാപിക്കുകയാണ് ഇപ്പോൾ KSEB. ഏകദേശം 2900 ട്രാൻസ്ഫോമറുകൾ തകരാറ് സംഭവിച്ചതിൽ ഭൂരിഭാഗവും ഇതിനോടകം തന്നെ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് വൈദ്യുതി തൂണുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ഡാമുകൾക്ക് വലിയ ആശ്വാസമായെങ്കിലും പ്രതിസന്ധി പൂർണ്ണമായി മാറിയിട്ടില്ല. അടുത്ത ദിവസങ്ങളിലെ മഴയാണ് കേരളത്തിന്റെ വൈദ്യുതി ഉൽപ്പാദനവും ജലസംഭരണവും എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നിർണ്ണയിക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.